പ്ലാന്റ് ഇത് വരുന്ന സമയത്ത് അവരെ കൂടെ വിളിക്കും. ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ക്ലാസ് കോളേജിൽ അന്നേരം അകത്ത് കയറ്റി വിടത്തില്ല, വിസിറ്റേഴ്സിനെ കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ പൊടിയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അവരെ ലോക്ക് ഇതെന്തോ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോക്ക് ലാസ്റ്റ് ഫൈനൽ കഴിഞ്ഞിട്ട് വെക്കുന്ന എല്ലാം നമുക്ക് തേനെല്ലാം കൂടെ അത് ഏതാണെന്ന് അറിയാതെ അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രോസസ് കോളേജിലെ പിള്ളേരുണ്ട്, സയൻസ് ടീച്ചറുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ക്ലാസ്സൊക്കെ ഉണ്ട്. സ്പോർട്സ് വെക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ചെറുതൻ്റെയോ? ഓ, തേനീച്ചയുടെ കാര്യങ്ങളും അത് 50 മുതൽ 50 കിലോമീറ്റർ വരെ ദൂരത്തിൽ പറന്ന് ചെന്ന് തേനെടുത്തോണ്ട് വരുന്നുണ്ട്. നിസ്സാരക്കാരൊന്നുമല്ല, നമുക്ക് 5 കിലോമീറ്റർ നടക്കാൻ പറ്റുന്നില്ല. ചെറുതേനീച്ചകൾ എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ, വേലക്കാരി തേനീച്ചകൾ വരെയുണ്ട്. മാത്രമേ ഉള്ളൂ ആയുസ്. 50 ദിവസം കൊണ്ട് അവരുടെ കാര്യം ചെയ്യും. റാണി തേനീച്ച എന്ന് പറഞ്ഞാൽ 5 വർഷം വരെ അത് ജീവിക്കാറുണ്ട് ഒരു കോളനിയിൽ. കാരണം പുറത്തോട്ട് പോകില്ല, വേലക്കാരി തേനീച്ചകൾ വേണ്ടതെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൺ തേനീച്ചകളുടെ ആയുസ് 60 ദിവസം മാത്രം. ഒരു കോളനീസിൽ ധാരാളമായിട്ട് ചെറുതേനീച്ചകളുടെ ആൺ തേനീച്ചകൾ കാണും ഇഷ്ടം പോലെ ഒരു കോളനിയിൽ. ഇത് തേനീച്ച കുത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ഇത് ബീ ഹിയറാർച്ചി നമ്മുടെ ഓരോ പ്രായത്തിൽ എത്തുന്ന തേനീച്ചകളും ചെയ്യേണ്ട ജോലികളായി കൊടുത്തേക്കുന്നത്. ഇത് ബീ വാക്സ്, നമുക്ക് മോയ്സ്ചർ ക്രീമുകൾ. റോയൽ ജെല്ലി എന്നൊക്കെ പറയുന്നത് എടുക്കുന്നുണ്ട് ഇവിടെ. എങ്ങനെയാ അത്? എടുത്തോണ്ട് ഡിസ്പ്ലേക്ക് ഒന്നും വെച്ചിട്ടില്ല. സാർ എടുത്ത് കൊടുക്കുന്നുണ്ട്, ചോദിച്ചാൽ ചെയ്തു. ഇത് സ്മോക്കാണ്. ഇത് ഇറ്റാലിയൻ തേനീച്ച. ഇറ്റാലിയൻ തേനീച്ച വളരെ വലുതാണ്. ഇതാണ് എക്സ്ട്രാക്ട് നമ്മൾ അവിടെ പുറത്ത് കണ്ടില്ലേ. അതുപോലെ തന്നെ സംഭവമാണ്. ഇത് നമ്മുടെ അടയൊക്കെ സ്ക്രാച്ച് ചെയ്തിട്ട് നമുക്ക് തേൻ അട പൊട്ടിക്കാനുള്ള സ്ക്രാച്ച് അതായത്. ഓ ശരി. ഉണ്ട്. ഇത് തേൻ അട എടുക്കുന്ന കത്തി, സീ നൈഫ് എന്ന് പറയും. ഇതൊക്കെ പെട്ടികളാണ്. ഇവിടെ നമ്മുടെ ഹണി ഏരിയാസ് ആയത്. ഇതാണ് മുമ്പേ പറഞ്ഞ കുരിങ്ങപ്പൂവിന്റെ തേൻ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന് വ്യത്യാസം മനസ്സിലാവും. ഇതൊക്കെ പശുവിനെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള അപ്പത്തോടുണ്ട് അതിന് വെച്ചേക്കുന്നത്. മുരിങ്ങ ഫ്ലവറാണ്. ഇത് മുരിങ്ങപ്പൂവിന്റെ തേനാണ്. മനസ്സിലായി? മുരിങ്ങപ്പൂവിനെ തേൻ കളക്ട് ചെയ്യത്തുള്ളൂ. അതിന്റെ ആ ഇത് കണ്ടോ, കട്ടി കണ്ടോ തേനിന്? ഇതെടുത്തു ചുമയും കവക്കെട്ടോ ഉള്ളവർക്ക് മാർക്കറ്റ്. ഇത് ഹണി ബനാന. ഇതിനകത്ത് ബനാന ആഡ് ചെയ്ത് വെച്ചേക്കുക, ഉണക്കി വെച്ച്. ഇത് അമലാമാണ്, നമ്മുടെ ചമനപ്രാശം പോലെയുള്ള. എല്ലാവരും ശർക്കരയ്ക്കതല്ലേ ഉണ്ടാക്കുന്നത്. ഇത് തേനിനകത്തിട്ട് ഉണക്കി വെച്ചേക്കുക. ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുമല്ല. തുളസി പെപ്പറും ജിഞ്ചറും കണി 2 വെട്ടി. ജിഞ്ചറും ഉണ്ട്. ഇത് നമുക്ക് തിരിച്ചു പോയി ആടലോളത്തിൽ എടുക്കാമൊക്കെ ഇതിനകത്തുണ്ട്. ചുമണ്ട ടിഷ്യൂ